our teachers and my dear students. It gives me an immense pleasure to welcome you all to today's free seminar organized by Alive Academy. Dignitaries, honorable faculty members and dear participants. A very warm welcome to everyone. We are delighted to have you all here today for this seminar on logistics and aviation. നമ്മൾ ഈ സെമിനാറിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സിനെ കൊണ്ട് നമുക്ക് അതായത് ഇതിന്റെ സാധ്യതകൾ പ്രധാനമായിട്ടും നമ്മൾ ഏവിയേഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാ 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ കൊണ്ടൊന്നും സാധിക്കില്ല. അതേപോലെ തന്നെയാണ് ലോജിസ്റ്റിക്സ്. ഇവൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു കോഴ്സിനെ കുറിച്ച് നമുക്ക് 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുന്നു, മിനിമം ഒരു കുട്ടികൾ കോഴ്സിന് വരുന്ന എന്തിനു വേണ്ടിയിട്ടാ കോഴ്സിന് വരുന്ന പരീക്ഷ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. പഠിച്ചിട്ട് ജോലി കിട്ടുന്നോ അല്ലാണ്ട് ജോലി കിട്ടുന്നോ എന്നുള്ളതൊരു വിഷയം. ജോലി കിട്ടുന്നുണ്ടോ അല്ലെ? ജോലി എങ്ങനെ കിട്ടും? ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. ഇവിടുന്ന് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ 100% പ്ലേസ്മെന്റ് ഇവര് തന്നെ എൻഷുർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയ്ക്കും മാർക്കറ്റിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ ആവശ്യമുണ്ട്. ഇപ്പൊ പല സ്ഥലത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇപ്പൊ കുറച്ച് കാലമായിട്ടാണ് ഇതിന് പ്രൊഫഷണൽ കോഴ്സുകളായിട്ട് ആളുകൾക്ക് വരാൻ തുടങ്ങിയത് കേരളത്തിൽ. അപ്പൊ ഇപ്പൊ നിലവിൽ ജോലി ചെയ്യുന്നവരിൽ പലവരും പ്രൊഫഷണലി ക്വാളിഫൈഡ് അല്ല, അവര് പ്രാക്ടിക്കലി ചെയ്ത് എക്സ്പീരിയൻസ് എടുത്തവരാണ്. അപ്പൊ നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി അടുത്ത ബിസിനസ് ലെവലിലേക്ക് മാറുമ്പോൾ ദേ ആർ ലുക്കിംഗ് ഫോർ ദ പ്രൊഫഷണൽ പ്ലേസ്. അതായത് ഒരു ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസിൽ പ്രൊഫഷണൽ ആയിട്ടുള്ളവര്, ഡിപ്ലോമയുള്ളവര്, അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ എടുത്തിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ സപ്ലൈ ചെയിനിൽ മേലെ എടുത്തിട്ടുള്ളവർ, വെയർ ഹൗസിംഗിൽ എടുത്തിട്ടുള്ള അങ്ങനെയുള്ള ആളുകളെയാണ് അവർ നോക്കുന്നത്. സോ ഈ മേഖലയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് നമുക്ക്, ഇല്ലേ? കാരണം ഇത് പഠിച്ചാൽ ജോലി കിട്ടും, എന്താണ് ഇതിന്റെ സ്കോപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പരിചയത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടാവാം ഇത് പഠിച്ചിട്ട് ജോലി ഇല്ലാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതിന്റെയൊക്കെ ഒരു മെയിൻ റീസൺ എന്താണെന്നുള്ളത് പറഞ്ഞൊന്ന് ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അല്ലാതെ നമ്മുടെ ബെസ്റ്റ് കോഴ്സ് ഏവിയേഷൻ ആണ് അങ്ങനെയൊന്ന് പറഞ്ഞ് വളരെ കൺവിൻസിംഗ് ആയിട്ട് നിങ്ങളെ കൺവിൻസ് ചെയ്തിട്ട് കൊണ്ടുപോകാനല്ല. ഓക്കെ, ഭയങ്കര പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. ഓക്കെ, ഈ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയില് എന്ന് പറഞ്ഞിട്ടൊരു ഇത് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ, എക്സസൈസ് തെറാപ്പി. അതൊന്നും നമുക്ക് ചെയ്താലോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സെറ്റല്ലേ? സെറ്റാണ്. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ അക്കാദമി ക്ഷണിച്ചു വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ സജീന്ദ്ര സാർ നമ്മുടെ കോളേജിന്റെ മെന്ററാണ്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചൊരു റോൾ മോഡലും കൂടെയാണ് സാറ്. സോ സാറിന് ഒരുപാട് താങ്ക് യു. അതുപോലെ തന്നെ സെക്ഷൻ വാസ് വെരി ഗുഡ്. ഇപ്പോ എല്ലാവരും എൻഗേജ് ആയിട്ടിരിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ ഓൾ മൈ ടീംമേറ്റ്സ്, ഫാമിലി മെമ്പേഴ്സ് ഓഫ് അലൈവ്, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. സെമിനാർ ടീം താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും അലൈവ് അക്കാദമിയുടെ പേരിലും എന്റെ പേരിലും നന്ദി. താങ്ക് യു.